എന്നോട് ആവശ്യപ്പെട്ടത് റാന്നിയുടെ ഇലക്ഷനെ പറ്റി ചെറിയ ഒരു കാര്യങ്ങൾ പറയണമെന്നുള്ളത്. കാരണം റാന്നി എന്ന് പറയുന്ന നിയോജക മണ്ഡലം കേരളത്തിലെ ഏറ്റവും വലിയ നിയോജക മണ്ഡലങ്ങളിൽ ഒന്നാണ്. എന്നാൽ 1996 മുതൽ 30 വർഷക്കാലം ഇടതുപക്ഷ ഭരണത്തിലായിരുന്നു. ഏതാണ്ട് 25 വർഷക്കാലം രാജു എബ്രഹാം, അതിനുശേഷം പ്രമോദ് നാരായണനാണ് അവിടെ ഭരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ സമയമൊക്കെ നമ്മൾ അറിയുമ്പോൾ എന്റെ പ്രിയ സുഹൃത്തു കൂടിയായ റിങ്കു ചെറിയാൻ മത്സരിച്ചപ്പോൾ 1300 വോട്ടിന് മാത്രമാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടത്. ഏറ്റവും ഒരു 10,000 വോട്ടെങ്കിലും ഞങ്ങൾ പ്രതീക്ഷിച്ചുവെങ്കിൽ പോലും BJPയുമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നു. റിങ്കു ചെറിയാൻ അന്ന് 1300 വോട്ടിന് പരാജയപ്പെട്ടുവെങ്കിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു സുരക്ഷിത മണ്ഡലങ്ങളിൽ ഒന്നാണ് റാന്നി. അത് ഇപ്രാവശ്യം തിരിച്ചു പിടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ പ്രഗത്ഭ കോൺഗ്രസ് നേതാക്കന്മാരിൽ ഒരാളായ KPCCയുടെ ജനറൽ സെക്രട്ടറി പഴകുളം മധുവാണ് നേരിട്ട് പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. പഴകുളം മധു ഉജ്ജ്വല വിജയം, ഒരു 8,000-നും 9,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷത്തോടു കൂടി റാന്നി നിയോജക മണ്ഡലത്തിൽ എത്തുകയും ഒരു 100-ന് അടുത്ത് എന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന 100-ൽ പരമെന്ന തീർച്ചയായും 100ഓളം സീറ്റുകൾ UDFന് കിട്ടി. ഈ ദുർഭരണത്തിൽ ഒരു അറുതി വരുത്തുവാനുള്ള എല്ലാ നീക്കങ്ങളും നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുവാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് റാന്നിയിലെ സ്ഥാനാർത്ഥിക്കും കേരളത്തിലെ UDF സ്ഥാനാർത്ഥികൾക്കും എല്ലാവിധ വിജയങ്ങളും ഇത്തരത്തിൽ ആശംസിക്കുന്നു.